ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സർക്കാർ ജീവനക്കാർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന് സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവ് കേരള സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലോങ് മാർച്ചിന് കോഴിക്കോട്ട് സ്വീകരണം നൽകി. ആഗസ്റ്റ് 15-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ലോങ് മാർച്ച് 5 ജില്ലകൾ പിന്നിട്ടുകൊണ്ട് കോഴിക്കോട് നഗരത്തിലെത്തിയിരിക്കുകയാണ്. കോഴിക്കോട് നഗരത്തിൽ അധ്യാപകരുടെയും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടി പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവ് കേരളയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലോങ് മാർച്ചിന് കോഴിക്കോട് ടൗൺ ഹാളിൽ സ്വീകരണം നൽകി. പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ലാസർ പണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ആ ചർച്ചയിൽ അന്ന് സർക്കാർ തീരുമാനം അറിയിച്ചത് 2 ഉപാധികളാണ് അവിടെ വെച്ചത്. ആ ഒരു ഉപാധി നിലവിലെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അഴിച്ചുപണിതുകൊണ്ട് എല്ലാവർക്കും പെൻഷൻ കിട്ടുന്ന വിധത്തിലേക്ക് സർക്കാരിന് സാമ്പത്തിക നഷ്ടമില്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോകും എന്നായിരുന്നു. രണ്ടാമത് നിർദ്ദേശിച്ചത് 2013 ഏപ്രിൽ 1 മുതൽ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കും പുതിയ ജീവനക്കാർ. ഇതിൽ ഏത് വേണമെന്നാണ് ചോദിച്ചത്. അങ്ങനെയാണ് അവിടെ ഉണ്ടായ തീരുമാനം. ഞങ്ങളെ ബാധിക്കാത്ത വിധത്തിൽ 2013 ഏപ്രിൽ 1 മുതൽ ജീവനക്കാരിലേക്ക് അടിച്ചേൽപ്പിച്ചോ എന്ന തീരുമാനമെടുത്തുകൊണ്ട് അവിടെ പിരിഞ്ഞത്. കാരണം ആ ഉത്തരവില് KSR പാർട്ട് 3 ഉൾപ്പെട്ട മുഴുവൻ ജീവനക്കാരും ഈ പദ്ധതിയിൽ ഉൾപ്പെടുമെന്ന് പറഞ്ഞുള്ള ജില്ലാ പ്രസിഡന്റ് P. ഹരീഷ് അധ്യക്ഷനായിരുന്നു. സ്റ്റേറ്റ് കൌൺസിൽ കോർഡിനേറ്റർ ഷാജീവ് വളാഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി വിജേഷ് ചേടിച്ചേരി, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് KS ശ്രീശ്യാം, കണ്ണൂർ സെക്രട്ടറി തോമസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഓഗസ്റ്റ് 15-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച ലോങ് മാർച്ച് സെപ്റ്റംബർ 20-ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭാരതത്തിലെ ബാഹ്യമായ ഓരോ തീർത്ഥാടനത്തിനും ആന്തരിക തലം